തഹാവൂർ റാണയുടെ കസ്റ്റഡി അപേക്ഷയിന്മേലുള്ള വാദങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. NIA സംഘം വിപുലമായ വാദങ്ങൾ, വിശദമായ തെളിവുകളൊക്കെയും കോടതിയെ സമർപ്പിച്ചു. കാരണം അത്രത്തോളം NIAക്ക് പ്രാധാന്യമുള്ള, രാജ്യത്തിനാകെ പ്രാധാന്യമുള്ള കേസാണ്. NIA എന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ രൂപീകരണത്തിലേക്ക് അടക്കം നയിച്ചത് 2008 മുംബൈ ഭീകരാക്രമണമാണ്. അതിനുശേഷമാണ് രാജ്യത്ത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA എന്നൊരു ദേശീയ അന്വേഷണ ഏജൻസി തന്നെ രൂപം കൊണ്ടത്. 166 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം, അതിൽ 6 പേർ അമേരിക്കൻ പൗരന്മാരായിരുന്നു കൊല്ലപ്പെട്ടത്. അങ്ങനെ അമേരിക്ക അവസാനം തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നു. ഇന്ത്യയിലേക്ക് എത്തിച്ച തഹാവൂർ റാണയെ ഇനി NIAയുടെ മുന്നിലേക്ക് തന്നെ തഹാവൂർ റാണ ഉൾപ്പെടെയുള്ള ഭീകരരുടെ ആക്രമണത്തിൽ രൂപം കൊണ്ട, അതിന് പിന്നാലെ രൂപം കൊണ്ട ആ ഏജൻസിയുടെ കയ്യിലേക്ക് തന്നെ തഹാവൂർ റാണ എത്തുകയാണ്. ഇനി അറിയേണ്ടത് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഏതൊക്കെ ഏജൻസികൾ, അത് അന്താരാഷ്ട്ര ഏജൻസികൾ, അവയുടെ പങ്ക്, ഒപ്പം രാജ്യത്തിവർക്ക് യാത്രയ്ക്ക്, ആസൂത്രണത്തിന്, താമസത്തിനൊക്കെ സൗകര്യം ചെയ്തത് ആരൊക്കെ എന്നതാണ് അറിയേണ്ടത്. മുഖ്യ ആസൂത്രകൻ, ഈ ആക്രമണങ്ങളുടെ എല്ലാം കിങ് പിങ് ആയിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് എല്ലാ സഹായവും ചെയ്തത് തഹാവൂർ റാണ എന്നതാണ് NIAയുടെ ആരോപണം. അതിന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ തന്നെ കുറ്റസമ്മത മൊഴിയാണ് NIA ഉപോത്ബലകമായി എല്ലാ വേദികളിലും അല്ലെങ്കിൽ കോടതികളിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെ വയലേറ്റ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് തഹാവൂർ റാണയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കുക, ഇവർ തമ്മിലുള്ള ബന്ധം മറ്റ് അന്താരാഷ്ട്ര ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് പാക് സർക്കാരിനോ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്കോ ഈ ആക്രമണത്തിലുള്ള പങ്ക് അത് കൂടുതൽ വ്യക്തമായി, കൂടുതൽ ശക്തമായി തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യക്ക് ഉന്നയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തഹാവൂർ റാണയെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കസ്റ്റഡിയാവും തഹാവൂർ റാണ. അതിന് എത്ര ദിവസമാണെങ്കിലും ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ബ്രേക്ക് ത്രൂ എല്ലാം രാജ്യ സുരക്ഷയിൽ, ഒപ്പം ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെന്റിനെ പറ്റിയുള്ള നിർണായകമായ സൂചനകളായിരിക്കും ലഭിക്കുക. ഏതായാലും NIA ഏറ്റവും സുപ്രധാനമായ ഒരു കേസിന്റെ ചോദ്യം ചെയ്യലിലേക്കാണ് കടക്കുന്നത്. അതും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കേസിൽ ഒരു സജീവമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, കേരളത്തിലടക്കം ഈ തഹാവൂർ റാണ എത്തിയിട്ടുണ്ട് എന്നതാണ് NIAയുടെ നിഗമനം. അത്തരത്തിലുള്ള മൊഴികളുണ്ട്, വിവരങ്ങളുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ചത്? അയാൾ ഭാര്യയ്ക്കൊപ്പം എത്തി, പലതവണ ഇന്ത്യയിൽ സന്ദർശനം നടത്തി. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കടക്കം ഈ ആക്രമണത്തിന് വേണ്ട എല്ലാ സഹായവും നൽകിയത്, പിന്തുണ നൽകിയത്, ഈ പദ്ധതി അത്രയും കൃത്യമായി കോൾമാൻ ഹെഡ്ലി ഈ തഹാവൂർ റാണയോട് പങ്കുവച്ചിരുന്നു എന്നുകൂടി ഇന്ന് NIA കോടതിയിൽ പറയുന്നുമുണ്ട്. തീർച്ചയായും ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കൊച്ചിയിലടക്കം തഹാവൂർ റാണ സന്ദർശിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ മുംബൈ ഭീകരാക്രമണം നടന്ന അതേ വർഷം 2008 നവംബർ 13 മുതൽ 21 വരെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ ആഗ്രയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഭാര്യയ്ക്കൊപ്പമാണ് സന്ദർശനം നടത്തിയിരുന്നത്. ഈ സന്ദർശനത്തിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളതാണ് അന്വേഷണ സംഘം അന്വേഷിക്കുക. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലേക്കൊരു സന്ദർശനം തഹാവൂർ റാണ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന വിശദാംശം മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടാകുന്നത്. ഇതുപോലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹഡ്ലിയിൽ നിന്നടക്കം ലഭ്യമായിട്ടുണ്ടായിരുന്ന വിശദാംശങ്ങളാണ്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർശനം നടത്തുന്ന ഘട്ടത്തിൽ, ആ സന്ദർശനത്തിൽ മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെ ഉൾപ്പെടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാക് ബന്ധവുമായി, പാക് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ആദ്യഘട്ടത്തിലേക്കടക്കം ഈ തഹാവൂർ റാണയുടെ സുഹൃത്തു കൂടിയായ ഈ ഡേവിഡ് ഹർലി പറഞ്ഞ വിശദാംശങ്ങളൊക്കെ തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് കോടതിയിലടക്കം റാണ സ്വീകരിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ പിന്നീട് ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ഹാജരാക്കിയതോടുകൂടിയാണ് റാണയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഏതാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വിശദമായ അന്വേഷണ സംഘം ചോദ്യങ്ങൾ വളരെ വിശദമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇന്ന് കസ്റ്റഡിയിലേക്ക് വിടുകയാണ് എങ്കിൽ നാളെ പുലർച്ചയോടുകൂടി, നാളെ രാവിലെയോട് കൂടിയായിരിക്കും അത്തരം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക. ഏതാണെങ്കിലും ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും കൂടുതൽ സ്ഥിരീകരണങ്ങളടക്കം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്
പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും അത് തന്നെയാണ്. NIA ആസ്ഥാനത്ത് ഇപ്പോഴും ഉദ്യോഗസ്ഥർ തുടരുക തന്നെയാണ്. പുറത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് ഈ കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാക് ഭീകര സംഘടനയുമായി ഈ മുംബൈ ഭീകരാക്രമണത്തിനുണ്ടായ ബന്ധം അത് സാധൂകരിക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ, ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഈ മറ്റേതെങ്കിലും മേഖലകളിൽ ഇത്തരത്തിലേക്കുള്ള ആക്രമണത്തിന് ആസൂത്രണം നടത്തിയിട്ടുണ്ടോ, കൂടുതൽ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ റാണയ്ക്ക് വളരെ വ്യക്തമായി തന്നെ മറുപടി ഉണ്ടാകും. അത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായ അറിവുണ്ടാവും. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വിശദമായ ഒരു തെളിവ് അന്വേഷണ സംഘം റാണയിൽ നിന്ന് തേടും. അത്തരം മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ ആയിരിക്കും പോവുക. ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ നാളെ ആയിരിക്കും പോവുക. ഇന്നിപ്പോൾ റാണയെ കസ്റ്റഡിയിലേക്ക് വാങ്ങി ഈ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഇന്നത്തെ ദിവസത്തെ ഏറ്റവും അവസാനഘട്ട നടപടിയെന്ന് നമുക്ക് പറയാം. ഒരുപക്ഷെ മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നാളെ ആയിരിക്കും അന്വേഷണ സംഘം പോവുക. ഗൂഗിൾ വിനീത വിജയാണ് NIA ആസ്ഥാനത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പട്യാല ഹൗസ് കോടതിക്ക് മുന്നിലാണ് ആകാംക്ഷ അത്രയും. ഇനി എത്ര ദിവസത്തേക്കാണ്? 20 ദിവസം NIA ആവശ്യപ്പെടുമ്പോൾ അതിലെത്ര ദിവസത്തേക്ക് തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ വിടും? എത്ര ദിവസം NIAക്ക് മുന്നിലുണ്ടാകും ഈ തഹാവൂർ റാണ എന്ന കുറ്റവാളി ഭീകരൻ? അമേരിക്കയിൽ നിന്ന് വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കുറ്റവാളി കൈമാറ്റ നിയമപ്രകാരം, ഉടമ്പടി പ്രകാരം ഇന്ത്യ കൊണ്ടുവന്ന ഈ തഹാവൂർ റാണ എന്ന ഭീകരൻ എത്ര സമയം, എത്ര ദിവസം, എത്ര മണിക്കൂറുകൾ NIA സംഘത്തിൻ്റെ മുന്നിലേക്ക് എത്തും, അല്ലെങ്കിൽ മുന്നിലിരുത്തി ചോദ്യം ചെയ്യാൻ കഴിയും എന്നതാണ് ഇനി അറിയേണ്ടത്. 17 വർഷത്തോളമായി ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ വഴിമുട്ടി നിന്ന അന്വേഷണത്തിൽ അല്ലെങ്കിൽ വിവരങ്ങളിൽ ഒക്കെ ഇനി ഒരു വ്യക്തത വരുത്തുവാൻ, കൂടുതൽ മുന്നോട്ടേക്ക് പോകാനൊക്കെയും NIAക്ക്, അത് പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, പൗരന്മാർക്ക്, അതിനപ്പുറത്തേക്ക് വിദേശ പൗരന്മാരെ അടക്കം കൊലപ്പെടുത്തിയ ഭീകരാക്രമണമായിരുന്നു. ആ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ത്രട്ടായി മാറുന്നത് ആരൊക്കെ എന്നത്, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തികൾ എന്തൊക്കെ, ഉള്ളിൽ നമ്മുടെ ആഭ്യന്തര ഇടത്തിൽ തന്നെ, നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇവർക്കൊക്കെ സഹായം ചെയ്യുന്ന ആരൊക്കെ എന്നതടക്കം വിവരങ്ങൾ ലഭിക്കുവാൻ, അതിലേക്കൊക്കെ സൂചകമാകുന്ന മറുപടികൾ, ഉത്തരങ്ങളാണ് NIA പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിശദമായ ഒരു വാദമാണ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷയിന്മേൽ നടന്നത്. നിരവധി തെളിവുകൾ, തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിരവധി തെളിവുകൾ, ഇമെയിൽ സന്ദേശങ്ങളടക്കം NIA കോടതിയിൽ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധി പ്രസ്താവമാണ്, ഉത്തരവാണ് വരാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഏതായാലും നീണ്ടൊരു വാദം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ വിശദമായ ഒരു ഉത്തരവ് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ കാലതാമസം എടുക്കുന്നതും ഒരുപക്ഷെ ഒരു വിശദമായ ഉത്തരവ് ഈ NIAയുടെ വാദങ്ങളിൽ എത്രത്തോളം കോടതി മുഖവിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ കോടതി പരിഗണിക്കുന്നു, ഒപ്പം ഈ തഹാവൂർ റാണയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ, ഇതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട്, ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ ഉത്തരവ് തന്നെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അല്ലേ, ഈ സമയം വൈകുമ്പോൾ? ഗോകുല്, ഈ സമയം കൂടുതലായി എടുക്കുന്നത്, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സാധാരണ നിലയിൽ എടുക്കുന്നതിനേക്കാൾ സമയം എടുക്കുന്നതിന്റെ കാരണം സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നതാണ് എന്നാണ് അന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്, അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കോടതിയുടെ ആ വിധി മാത്രമാണ് പുറത്തു വരാനുള്ളത്. അത് എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. 20 ദിവസത്തെ കസ്റ്റഡി എന്ന ആവശ്യമാണ് NIA ഉന്നയിച്ചിരിക്കുന്നത്. അത് ആവശ്യമാണ്. ഈ റാണയിൽ നിന്നും അത്രത്തോളം ദിവസത്തെ ചോദ്യം ചെയ്യൽ, ഈ വിവരങ്ങൾ ലഭിക്കാൻ ആവശ്യമാണ് എന്ന് തന്നെയാണ് NIA അറിയിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തെ സാധൂകരിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള തെളിവുകളും നിരത്തിക്കൊണ്ടാണ് 20 ദിവസത്തെ കസ്റ്റഡി എന്ന ആവശ്യം NIA ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. 166 പേരുടെ ജീവനെടുത്ത ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് റാണ. ഈ ഭീകരാക്രമണവും അതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിൽ പങ്കുണ്ടായ ആളുകൾ, അവർ ഇപ്പോൾ പുറത്തു വന്ന പട്ടിക പൂർണ്ണമാണോ,
ഇനിയും പുറത്തു വരാത്ത ഏതെങ്കിലും പേരുകൾ ഉണ്ടോ, ഏതെങ്കിലും സംഘടനകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആഭ്യന്തരമായി ഈ ഭീകരാക്രമണ പദ്ധതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ, ധനസഹായമോ അല്ലെങ്കിൽ സാങ്കേതികമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കൂടാതെ ഈ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയ സംഘം തന്നെ മറ്റിടങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു. അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. റാണ 8 തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ആക്രമണത്തിന് മുമ്പായി. ഈ ഘട്ടത്തിൽ അയാൾ പോയത് എവിടെയെല്ലാം, അതിന്റെ ആവശ്യം എന്തിനു വേണ്ടിയാണ് പോയത്, ഈ പോയ ഇടങ്ങളിൽ മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് മറ്റും ആവശ്യമായ വിവരം ഈ ചോദ്യങ്ങളിലൂടെ ലഭിക്കും. ഇക്കാര്യങ്ങൾ അടക്കമുള്ള വിശദമായ കാര്യങ്ങൾ റാണയോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 20 ദിവസത്തെ കസ്റ്റഡി എന്ന ആവശ്യം എന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയുടെ തീരുമാനമാണ് ഇനി വരേണ്ടത്. ഏതാണ്ട് 1 മണിക്കൂറോളമായി ഈ കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. അതേസമയം സമയം വൈകാൻ കാരണമായത് സാങ്കേതികമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെ തുടർന്നാണ് എന്ന വിശദീകരണമാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോഴും എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെ പട്ടേല ഹൗസ് കോടതിയും പരിസരവും തുടരുകയാണ്.